1-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കാം. ആരെങ്കിലും ഒരാള് അൺമ്യൂട്ട് ചെയ്ത് വായിച്ചാണ്. പ്രമാണിച്ച് അവയനുസരിച്ച് നടന്നാൽ ഒന്നിന്റെ 9-10 എന്നാലും ഞാൻ കേട്ടില്ല. സുരേഷ് പാസ്റ്റർ വായിച്ചോളാനാണ് പറഞ്ഞത്. ഓക്കെ. ആകാശത്തിന്റെ അറുതി വരെ എത്തിയിരുന്നാലും ഞാൻ അവിടെ വരെയും അറുതി വരെ എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്നെ സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അളിച്ചത വചനം ഓർക്കണമേ. അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാര് നിന്റെ ജനവുമല്ലോ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് നെഹമ്യാവിന്റെ പുസ്തകം. നെഹമ്യാവ് എന്ന ദൈവദാസൻ കർത്തൃവേല ചെയ്യുന്ന എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ്. നെഹമ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം ആശ്വാസകൻ എന്നാണ്. നെഹമ്യാവിന്റെ പുസ്തകം ആത്മീയ ശുശ്രൂഷ രംഗത്ത് പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ ഇന്ന് ഈ അധ്യായത്തെ ആസ്പദമാക്കി ഒരു 5 കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്ന് അനിഷ ടീച്ചർ കാണത്തില്ല എന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തോ അനിഷ ടീച്ചർക്ക് ജോയിൻ ചെയ്യാൻ കഴിയാതെ പോയി. എങ്കിലും അല്പമല്ലാത്ത തിരക്കുണ്ട്. എങ്കിലും ഈ ക്ലാസ് മിസ്സാക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ആ വാക്യങ്ങളോടൊന്ന് വായിച്ചു. നമ്മൾ വെറുതെ അങ്ങ് പറഞ്ഞു വിടുന്നതിനേക്കാൾ കൂടുതൽ വചനം ധ്യാനിക്കുന്നത് നല്ലതാണ്, വായിക്കുന്നത് നല്ലതാണ്. ഒന്ന് വായിച്ചു നോക്കിക്കേ. 1-ാം അധ്യായം 1 മുതൽ 3 വരെ. ഹഖല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം. 20-ാം കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂശൻ രാജധാനിയിലിരിക്കുമ്പോൾ എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്ന് ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിനവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിലിടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ആക്ച്വലി നെഹമ്യാവ് എല്ലാ നിലയിലും സേഫ് സോണിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അർത്ഥശിഷ്ട മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ കബ്ബിയറായിട്ട് അഥവാ പാനപാത്രവാഹകനായിട്ട് ജോലി ചെയ്യുക. തനിക്ക് ഭക്ഷണത്തെ കുറിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, വസ്ത്രത്തെ കുറിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, പാർക്കുന്ന ഭവനത്തെ കുറിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. എല്ലാം തനിക്ക് സേഫാണ്. പക്ഷേ
തന്റെ അടുക്കൽ വന്നവരോട് ആദ്യം അദ്ദേഹം ചോദിച്ചറിഞ്ഞത് യെരുശലേമിലുള്ളവർ എങ്ങനെ ഇരിക്കുന്നു, യെരുശലേമിന്റെ അവസ്ഥയാ ചോദിച്ചറിഞ്ഞത്. നമ്മൾ ഒരാളെ കണ്ടാൽ ആദ്യം നമ്മൾ ദൈവസഭ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ടോ? ആത്മീയ ജീവിതം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാറുണ്ടോ? നമ്മൾ ചോദിക്കുന്നത് മോനെ ജോലി കിട്ടിയോ, വണ്ടി വാങ്ങിച്ചോ, വീട് പണി അത്തറ്റമായി, ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങളാണ് പൊതുവെ ചോദിക്കാറുള്ളത്. എന്നാൽ നെഹമ്യാവ് അന്വേഷിച്ചത് ദൈവജനത്തിന്റെ സ്ഥിതി എങ്ങനുണ്ട്, യെരുശലേം പട്ടണം എങ്ങനുണ്ട്, അതിന്റെ വാതിലുകൾ, അതിന്റെ മതിലുകൾ എങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. നിങ്ങളൊക്കെ കൗൺസിലിംഗ് പഠിക്കുന്ന വേദ വിദ്യാർത്ഥികളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അനുകമ്പയോടുകൂടെ പുറത്തേക്ക് നോക്കി ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഗ്രഹിക്കുന്ന ഒരു നെഹമ്യാവിനെ നമുക്കിവിടെ കാണാം. ലുക്കിംഗ് ഔട്ട് ഇൻ കമ്പാഷൻ. മനസ്സിലായോ? യെരുശലേമിന്റെ തകർച്ച, യെരുശലേമിന്റെ നാശനഷ്ടങ്ങൾ താൻ മനസ്സിലാക്കിയപ്പോൾ തനിക്ക് ദുഃഖമാണ് ഉണ്ടായത്, വേദനയാണ് ഉണ്ടായത്. ആത്മീയ മണ്ഡലത്തിലെ മൂല്യച്യുതികൾ വർദ്ധിക്കുമ്പോൾ, ദൈവസഭയുടെ തകർച്ചകൾ നമ്മൾ കേൾക്കുമ്പോൾ, ആത്മീയ മണ്ഡലങ്ങളിൽ പരാജയങ്ങൾ നമ്മൾ അറിയുമ്പോൾ, നമ്മൾ ഒരിക്കലും അതിൽ സന്തോഷിക്കുകയല്ല. നമുക്ക് അതെങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യണം, അത് സോൾവ് ആകണമെന്നുള്ള ഒരു മനസ്സലിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അന്നേരം നെഹമ്യാവ് ആദ്യമായിട്ട് അനുകമ്പയോടുകൂടെ ബാഹ്യമായ കാര്യങ്ങളെ കുറിച്ച് നോക്കി അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു ക്വാളിറ്റി നെഹമ്യാവിനുണ്ടായിരുന്നു, നമുക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മളൊരു ദൈവദാസനെ കാണുമ്പോൾ, ഒരു വിശ്വാസിയെ കാണുമ്പോൾ, സഭ എങ്ങനുണ്ട്, ആത്മീയ ജീവിതം എങ്ങനുണ്ട്, ആത്മാക്കൾ വരുന്നുണ്ടോ, സ്നാനങ്ങൾ നടക്കുന്നുണ്ടോ, സഭയിലെ കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂളൊക്കെ എങ്ങനുണ്ട്, ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ വേണം. അങ്ങനെ ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? ഇപ്പം ഉണ്ടോ? നിങ്ങൾ വിശ്വാസിയെ കാണുമ്പോൾ ചോദിച്ചിട്ടുണ്ടോ സൺഡേ സ്കൂളൊക്കെ എങ്ങനെ പോകുന്നു? ചോദിച്ചിട്ടുണ്ടോ? സഭയിൽ സ്നാനങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? പുതിയ ജീവിതങ്ങൾ വരുന്നുണ്ടോ? ഇതൊക്കെ ചോദിക്കാനാ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ഒരു ഭാരം നെഹമ്യാവിന് യെരുശലേമിനെ കുറിച്ചുണ്ടായിരുന്നു. ആത്മീയ ഗോളത്തെ കുറിച്ച് ഭാരം നമുക്കുണ്ടായിരിക്കും. രണ്ടാമത്, ഈ വിഷയം അറിഞ്ഞപ്പോൾ, യെരുശലേമിന്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ നെഹമ്യാവ് എന്താ ചെയ്തേ? 4, 5, 6 വാക്യങ്ങൾ വായിച്ചേ. 4, 5, 6 വാക്യങ്ങൾ. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞിരുന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ആമേൻ. എനിക്ക് ആ ഭാഗം പഠിച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. തന്റെ വിഷയത്തിലല്ല നെഹമ്യാവ് ഇടപെടുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നവരാ.
അതിനപ്പുറത്തോട് നമ്മൾ ചിന്തിക്കാറില്ല. എന്നാൽ നെഹമ്യാവ് യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞ് വാതിലൊക്കെ തീ വെച്ച് ചുട്ടു നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത് കേട്ട് അവിടുത്തെ അവസ്ഥ അറിഞ്ഞപ്പോൾ താൻ എന്ത് ചെയ്തു? നേരെ മുകളിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് തന്നെ കണ്ണുകൾ ഉയർത്തി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ലുക്കിംഗ് അപ്പ് ഇൻ മുകളിലേക്ക് നോക്കുന്ന ഒരു ദൈവവൃത്തിനെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇനി ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സഹായം വളരെ ആവശ്യമാണ്. മനസ്സിലായോ? ദൈവത്തിലുള്ള ആശ്രയം വളരെ വലുതായിരുന്നു നെഹമ്യാവിന്. നമ്മള് യൂട്യൂബിൽ കൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ ആത്മീയമണ്ഡലത്തിലെ അധപ്പതനങ്ങളൊക്കെ ഓരോരുത്തർ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകണം. കർത്താവേ, ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ, പാപബോധം കൊടുക്കണമേ, ഒരു മടങ്ങിവരവ് കൊടുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നെഹമ്യാവ് യെരൂശലേമിലെ നാശനഷ്ടങ്ങളിൽ ഒട്ടും സന്തോഷിച്ചില്ല. യെരൂശലേമിലെ അവസ്ഥകൾ കേട്ടിട്ട് തനിക്ക് ദുഃഖമുണ്ടായി. തന്റെ സ്വന്തം കാര്യമാണ്, തനിക്ക് മാന്യമായ ശമ്പളമുണ്ട്, വീടുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, നല്ല സ്വാധീനമുണ്ട്, രാജാവിന്റെ അടുത്ത ആളാണ്. തന്നെ ബാധിക്കുന്ന വിഷയമല്ലിത്. എങ്കിലും താൻ ഒരു യഹൂദൻ എന്ന നിലയിൽ യെരൂശലേമിന്റെ അവസ്ഥ മനസ്സിലാക്കി താൻ എന്ത് ചെയ്തു? ദൈവത്തിലുള്ള ആശ്രയത്തോടെ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കാനിടയായി. എത്ര പേര് ഇന്ന് രാത്രി തയ്യാറാണ് ദൈവത്തിലുള്ള ആശ്രയത്തോടെ മുകളിലോട്ട് നോക്കാൻ? ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്താൻ എത്ര പേരുണ്ട്? സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ, ഞാൻ നിങ്ങളിലേക്ക് എന്റെ മനസ്സ് ഉയർത്തുന്നു. പ്രൈസ് ഗോഡ്. നമുക്ക് മനപ്പാഠം അറിയാവുന്ന സങ്കീർത്തനം 121 സങ്കീർത്തനം. ആദ്യ വാക്യം എന്താണ്? എന്താ ആദ്യത്തെ വാക്യം? ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഭൂമിയിൽ ചുറ്റും പലതും നടക്കുമ്പോൾ പലതും നമ്മളെ വേദനപ്പെടുത്തുന്നതാണെങ്കിലും നമുക്കതിൻ്റെ ഒരു പരിഹാരവും ആശ്വാസവും വിടുതലും കാണാൻ നമ്മുടെ കണ്ണുകൾ ഭൂമിയിൽ പരുതുകയല്ല, സ്വർഗത്തിലേക്ക് ഉയർത്തുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. രണ്ട് കാര്യം ഓർപ്പിച്ചു. വളരെ അനുകമ്പയോടെ നെഹമ്യാവ് യെരൂശലേമിനെ നോക്കിക്കാണുന്നു. നമുക്കും ആ ഒരു വിഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്, ദൈവത്തിലുള്ള ആശ്രയം തന്നെ സ്വർഗത്തിലേക്ക് നോക്കി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തന്നെ ബലപ്പെടുത്തി. ഇനി 6-7 വാക്യങ്ങൾ നോക്കിക്കേ. 6-7 വാക്യങ്ങൾ വായിക്കാം. നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും ഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. ഇവിടെ നോക്കിക്കേ, നെഹമ്യാവ് തെറ്റ് ചെയ്തെന്ന് അറിയത്തില്ല. പക്ഷെ നെഹമ്യാവ് ഈ വിഷയം എന്ത് ചെയ്യാണ്? വളരെ അനുതാപത്തോടെ തന്നിലേക്ക് ഏറ്റെടുക്കുക. നെഹമ്യാവിനെ തന്നെത്താൻ കാണുന്നു, അവനവനെ തന്നെ കാണുകയാണ്. തന്റെ ജനത്തിന്റെ പ്രശ്നം തന്റെ പ്രശ്നമായി കണ്ടു. ഒരു കാര്യം ഓർക്കണം, ഷാരോൺ ആകട്ടെ, IPC ആകട്ടെ, ചർച്ച് ഓഫ് ഗോഡ് ആകട്ടെ, അസംബ്ലീസ് ഓഫ് ഗോഡ് ആകട്ടെ, ന്യൂൻഡി ആകട്ടെ, ഇൻഡിപെൻഡന്റ് ചർച്ച് ആകട്ടെ,
ആത്മീയ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ഏത് വിഷയവും ഒരു ഭക്തന്റെ വിഷയമാണെന്ന് ചിന്തിച്ചോണം. യെരൂശലേമിലെ വിഷയം നെഹമ്യാവിന്റെ വിഷയമായി അവൻ ഏറ്റെടുത്തു. പറയുക, കർത്താവേ, ഞാൻ പാപം ചെയ്തു, എന്റെ കുടുംബം പാപം ചെയ്തു. ഇസ്രായേൽ ജനത്തിന്റെ എല്ലാ തെറ്റുകളും ഏറ്റെടുത്ത ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നെഹമ്യാവിനെ കണ്ടോ? എത്ര പേര് ഇന്ന് ദേശത്തിന് വേണ്ടി മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കും? നമ്മൾ കൂടി വരുന്ന ദൈവസഭയ്ക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കും? നമുക്ക് വചനം പറഞ്ഞു തരുന്ന കർത്തൃദാസന്മാർക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കും? ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? ഇപ്പോൾ നെഹമ്യാവ് തന്നിലേക്ക് നോക്കുകയാണ്, തന്നിലേക്ക് നോക്കുന്നു, തന്റെ ജനത്തിലേക്ക് നോക്കുകയാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കാര്യം മറന്നു പോയിട്ടുണ്ട്. യെശയ്യാവിന് ഒരു ചെറിയ പാളിച്ച പറ്റി. യെശയ്യാ പ്രവാചകൻ ഒരു വലിയ പ്രവാചകന്മാരുടെ ലിസ്റ്റിൽപ്പെട്ടവനാ. പക്ഷേ തന്റെ കാര്യം ശ്രദ്ധിക്കാതെ നിനക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് അങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വിരൽ ചൂണ്ടി താൻ പ്രവചിച്ചു. എന്നാൽ ഉസ്സിയാവ് മരിച്ച ആണ്ടിൽ യഹോവ ഉയർന്നും ഭൂമിയുള്ള സിംഹാസനം ഇരിക്കുന്നത് കണ്ടപ്പോൾ യെശയ്യാവിന് മനസ്സിലായി, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതിനുള്ള ജനത്തിന് നടുവിൽ ഞാൻ പാർക്കുന്നു. തന്റെ കുറവുകൾ താൻ കണ്ടുപിടിച്ചു. ഈ കൗൺസിലിംഗ് ക്ലാസ്സിൽ ദൈവത്തിന്റെ ആത്മാവ് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, വളരെ അനുതാപത്തോടെ നമ്മളിലേക്ക് നോക്കാൻ എത്ര പേരുണ്ട്? നിന്റെ പ്രാർത്ഥനാ ജീവിതം ഇടിഞ്ഞു കിടക്കുകയാണോ? വിശുദ്ധിയുടെ വാതിൽ പൊളിഞ്ഞു കിടക്കുകയാണോ? സ്നേഹത്തിന്റെ കഥ അടഞ്ഞു കിടക്കുകയാണോ? കൃപാവരങ്ങളൊക്കെ ശത്രു നശിപ്പിച്ചിട്ടിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ വളരെ അനുതാപത്തോടെ കുറവുകൾ കണ്ടുപിടിക്കണം. നമ്മെ തമ്മിൽ നിന്ന് കാണാൻ എത്ര പേരുണ്ട്? കർത്താവേ, ഞാൻ എന്നെ തന്നെ കാണും. ലുക്കിംഗ് ഇൻവാർഡ് വിത്ത് പെനിറ്റൻസ്. നെഹമ്യാവ് അകത്തേക്ക് നോക്കി ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഇസ്രായേൽ ജനം ചെയ്ത തെറ്റ് എന്റെ തെറ്റാണ്, ദൈവജനം ചെയ്ത തെറ്റ് എന്റെ തെറ്റാണ്. ആ തെറ്റിനകത്ത് ഭാഗവാക്കാകാൻ മനസ്സുള്ള ഒരു നെഹമ്യാവ്. നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, ഓ, അവൻ അങ്ങനാണ്, എനിക്കെന്ത് വേണം, ആ സഭ ഇങ്ങനാണെങ്കിൽ എനിക്കെന്ത് വേണോ? നമ്മളെല്ലാവരും നിത്യജീവന്റെ അവകാശികളാണ്, ദൈവസഭയുടെ അംഗങ്ങളാണ്. നമ്മളെല്ലാവരും കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിനോടൊപ്പം പോകേണ്ടവരാണ്. നമ്മളെല്ലാവരും യുഗായുഗം ദൈവത്തോടുകൂടെ വസിക്കേണ്ടവർ. നമ്മളെല്ലാവരും സഹോദരന്മാരും സഹോദരിമാരുമാണ്. യേശുവിന്റെ ശരീരമാകുന്ന ദൈവസഭയുടെ അംഗങ്ങളാണ്. യേശുവിന്റെ മണവാട്ടിയായ സഭയുടെ അംഗങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ കണ്ണടച്ച് പോകാൻ പറ്റുകയില്ല. അത് അവന്റെ കാര്യം, ഇതെന്റെ കാര്യം എന്ന് പറഞ്ഞ് പോകാൻ നമുക്ക് പറ്റുകയില്ല. അതാണ് നമുക്ക് ആത്മഭാരം വേണമെന്ന് പറയുന്നത്. സ്പിരിച്വൽ ബേർഡൻ നമ്മുടെ ജീവിതത്തിൽ വേണം. അനുതാപത്തോടെ നെഹമ്യാവ് തന്നിലേക്ക് നോക്കി. 3 കാര്യം ഞങ്ങൾ പറഞ്ഞു, ശ്രദ്ധിച്ചോ? 1, അനുകമ്പയോടെ പുറത്തേക്ക് നോക്കുന്ന ഒരു ഭക്തനെ പോലെ നമ്മൾ ആയിരിക്കണം. 2, ആശ്രയത്തോടെ മുകളിലേക്ക് നോക്കുന്ന നെഹമ്യാവിനെ പോലെ നമ്മളാകണം.
3, അനുതാപത്തോടെ നമ്മുടെ ഇന്നർ സൈഡിലേക്ക്, നമ്മളിലേക്ക് നോക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഇനി 4ാമത് ചിന്തിക്കുന്ന ഭാഗം 8, 9, 10 വാക്യങ്ങളാണ്. വായിക്കാമോ? 8, 9, 10. നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ല. ആമേൻ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണെന്നറിയാമോ? ഇവിടെ നെഹമ്യാവ് ഒത്തിരി പുറകോട്ടങ്ങ് പോയി. നന്ദിയോട് പുറകോട്ട് നോക്കുന്ന ഒരു മനുഷ്യനായിരുന്നു നെഹമ്യാവ്. മോശ പറഞ്ഞു, ദൈവത്തിന്റെ കൽപ്പന നിങ്ങൾ അനുസരിച്ച് നടന്നാൽ ലോകത്തിന്റെ ഏത് ഭാഗത്തും നിങ്ങൾ ചിതറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ നിങ്ങളെ കൂട്ടിവരുത്തും. നമുക്ക് ആവർത്തന പുസ്തകം 28-ാമത്തെ ഒടുവിലത്തെ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പൊ നോക്കിക്കേ, ഇപ്പോൾ യഹൂദജനം ബാബിലോണിൽ അടിമകളായിരിക്കുക. യഹൂദജനം യെരൂശലേമിൽ നിന്ന് പോയി, പലരും പല വഴികളിലേക്ക് പോയി. എന്നാൽ നെഹമ്യാവ് നന്ദിയോടെ പുറകോട്ട് തൂക്കുകയാണ്. ദൈവം മോശയിൽ കൂടെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ എവിടെ ചിതറപ്പെട്ടാലും, നിങ്ങൾ എവിടെ പോയി പാർത്താലും നിങ്ങളുടെ ദൈവം നിങ്ങളെ മടക്കി വരുത്തും. ആമേൻ. ദൈവം നമുക്ക് തന്ന ആലോചനകളെ ഒന്ന് പുറകോട്ട് നോക്കിക്കേ. ഇതിനകത്ത് പല കർത്താവിന്റെ ദാസന്മാരുണ്ട്, ദാസിമാരുണ്ട്. ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഓർത്ത്, ദൈവം നിങ്ങളോട് പറഞ്ഞ ആലോചനകളെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം മടക്കി വരുത്തു എന്ന് പറഞ്ഞാൽ മടക്കി വരുത്തും. ദൈവം തരുമെന്ന് പറഞ്ഞാൽ ദൈവം തരും. ദൈവം ചെയ്യും എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യും. നേരം നെഹമ്യാവ് ആ വചനത്തെ മുറുകെ പിടിച്ചാ പ്രാർത്ഥിക്കുന്നേ. നമ്മൾ ചുമ്മാതെ പ്രാർത്ഥനയുടെ ജൽപ്പനങ്ങളായി പോകല്ല. കർത്താവ് നമ്മോട് പറഞ്ഞതനുസരിച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. കർത്താവേ, എന്റെ തലമുറ, എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ, എന്റെ സഹോദരങ്ങൾ, എന്റെ കൂട്ടുവിശ്വാസികൾ ഇന്ന നിലയിൽ പ്രയാസത്തിലായിരിക്കുന്നു. നാഥാ, നീ അവരെ മടക്കി വരുത്തണം. നാഥാ, നീ അവരെ കൂട്ടിവരുത്തണം. പണ്ടത്തെ പോലെ ശുഭകാലം അവർക്ക് കൊടുക്കണം എന്ന് നെഹമ്യാവിനെ പോലെ ഭാരം നമ്മുടെ ജീവിതത്തിൽ വേണം. നന്ദിയോടെ നോക്കുകയാണ്. ലുക്കിംഗ് ബാക്ക് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയോടെ പുറകോട്ട് മോശ പറഞ്ഞ വചനങ്ങളെ ഓർക്കുക. നെഹമ്യാവ് പ്രതിസന്ധികളിലൊക്കെ നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നത് തിരുവചനമാണ്, അല്ലെ? പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി 5ാമത്തെ കാര്യം 11ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. വായിക്കാമോ? 1:11. കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു. ആമേൻ. നോക്കണേ, നെഹമ്യാവ് ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് നോക്കുകയാണ്.
ലുക്കിംഗ് ഫോർവേഡ് വിത്ത് കോൺഫിഡൻസ്. ഇത് ചുമ്മാ അതും ഇതും പറയുന്ന കാര്യമല്ല. മനസ്സിലായോ? 5 വിധ നോട്ടങ്ങൾ നമ്മൾ കണ്ടു. നെഹമ്യാവ് പുറത്തേക്ക് നോക്കുന്നു, അഥവാ യെരൂശലേമിലേക്ക് നോക്കുന്നു. നെഹമ്യാവ് മുകളിലേക്ക് നോക്കുന്നു. നെഹമ്യാവ് തന്നിലേക്ക് നോക്കുന്നു. നെഹമ്യാവ് പുറകോട്ട് നോക്കുന്നു. ഇപ്പോൾ ഇവിടെ നെഹമ്യാവ് മുൻപോട്ട് നോക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളെ കാണുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കാലഘട്ടത്തിന്റെ പ്രതിസന്ധിയെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ഓരോ സുവിശേഷകന്മാരും കാലഘട്ടത്തിലെ പ്രവാചകന്മാരാണ്. നിരാശയിലും വേദനയിലും ഇരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ തല ഉയർത്തി നോക്കിയെങ്കിൽ മാത്രമേ വേദനയിൽ കിടക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. കഷ്ടങ്ങളിൽ കിടക്കുന്നവരെ കാണണമെങ്കിൽ നമ്മുടെ തല ഉയർത്തി നോക്കണം. വളരെ ആശ്രയത്തോടാണ് സ്വർഗത്തിലേക്ക് നെഹമ്യാവ് കണ്ണുയർത്തത്. നമ്മളെ മുമ്പേ പഠിച്ചു. ഇന്നുള്ള നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് ഒറ്റ മാർഗമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവാണ്. പിതാവായ ദൈവത്തോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനും നീയും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വളരെ വിലപ്പെട്ടതാണ്. നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. അത് ഞാൻ ഓടിച്ചുവിടാം. നെഹമ്യാവ് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വളരെ കമ്മിറ്റഡ് ആയിരുന്നു, വളരെ സമർപ്പണമുള്ളവനായിരുന്നു. രണ്ടാമത്, നെഹമ്യാവിന്റെ പ്രാർത്ഥനയുടെ മറ്റൊരു പ്രത്യേകത കളങ്കമറ്റ പ്രാർത്ഥനയായിരുന്നു. മനസ്സിലായോ? നിഷ്കളങ്ക ഹൃദയത്തോടാണ് നെഹമ്യാവ് പ്രാർത്ഥിച്ചത്. നെഹമ്യാവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിച്ച് പോകുന്ന പ്രാർത്ഥനയല്ല. വളരെ ത്യാഗപരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അർത്ഥശിഷ്ട മഹാരാജാവ് ചോദിച്ചു, നിന്റെ മുഖം വാടിയിരിക്കുന്ന എന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ. കൗൺസിലർമാര് കൗൺസിലിയെ പഠിപ്പിക്കുന്ന പോലെ രാജാവ് പറയാ, നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, പിന്നെ എന്നാ നീ ഇങ്ങനെ ഇരിക്കുന്നേ? ഉടനെ അവന്റെ ഹൃദയത്തിന്റെ വേദന രാജാവിനോട് ഷെയർ ചെയ്തു. മനസ്സിലായോ? അന്നേരം നെഹമ്യാവിന്റെ പ്രാർത്ഥന വളരെ ത്യാഗപൂർണമായ പ്രാർത്ഥനയായിരുന്നു. ഒരിക്കൽ പ്രാർത്ഥിച്ച് നെഹമ്യാവ് തന്റെ പ്രാർത്ഥനാ ജീവിതം അവസാനിപ്പിച്ചില്ല. തന്റെ കോൺസ്റ്റന്റ് പ്രെയർ ആയിരുന്നു തന്റെ പ്രാർത്ഥന. തുടർമാനമായിട്ടുള്ള പ്രാർത്ഥനയിൽ നെഹമ്യാവ് മുന്നോട്ട് വരുവാൻ തക്കൊണ്ട് അവിടെയായി തീർന്നു. അടുത്തത്, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നെഹമ്യാവ് വളരെ പ്രചോദിതനായിരുന്നു. പലർക്ക് പ്രസംഗം കേൾക്കാൻ ഇഷ്ടമാണ്, പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്, സഭായോഗത്തിന് പോകാൻ ഇഷ്ടമാണ്. പലപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ പലർക്കും അങ്ങനെ പ്രചോദനം ഉണ്ടാകണമെന്നില്ല. എന്നാൽ നെഹമ്യാവ് തന്റെ ഡ്യൂട്ടിയുടെ ഇടയിൽ, നമുക്കറിയാം രാജാവിന്റെ പാനപാത്രവാഹകനാണ്. രാജാവ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാനും, അത് നെഹമ്യാവ് ഓർഡർ ഇട്ടെങ്കിൽ മാത്രമേ രാജാവിനത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യനെ പ്രാർത്ഥിക്കാൻ എങ്ങനെ സമയം കണ്ടെത്തി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നെഹമ്യാവിന്റെ പ്രാർത്ഥന വളരെ ആത്മവിശ്വാസമുള്ള പ്രാർത്ഥനയായിരുന്നു.
വെറുതെ അങ്ങ് പ്രാർത്ഥിക്കുകയല്ല, നല്ല കോൺഫിഡൻസ് ആയിരുന്നു നെഹമ്യാവിനുണ്ടായിരുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് സംശയിക്കരുത്. പ്രാർത്ഥിക്കുന്ന ഭക്തന് പ്രഹാപ്സ് എന്നോ മേ ബി എന്നോ പദം പറയാൻ പാടില്ല. എന്റെ ദൈവത്താൽ സകലം കഴിയുമെന്ന് പറയണം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വളരെ അനുതാപത്തോടെ തന്നിലേക്ക് തന്നെ നോക്കി പ്രശ്നങ്ങളുടെ മധ്യേ ശരിയായ മുന്നേറ്റത്തിന് അനുതാപത്തോടെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ സ്വയം നമ്മെ തന്നെ നമ്മൾ വിചിന്തനം ചെയ്യണം. അതുകൊണ്ടാണ് നെഹമ്യാവ് കൺഫസ് ചെയ്തത്. തന്റെ പാപങ്ങൾ ഏറ്റുപറയാൻ തനിക്ക് മടിയില്ലായിരുന്നു. മനസ്സിലായോ? നാം പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നന്ദിയുള്ളൊരു ഹൃദയം നമുക്ക് വേണം. മനസ്സിലായോ? ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവം ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നോർത്ത് നോക്കിക്കേ. ദൈവം നമ്മെ ഇവിടം വരെയും കൊണ്ടുവന്നില്ലേ? ഇത്രത്തോളം സൗഖ്യം ദൈവം തന്നില്ലേ? ഇത്രത്തോളം നന്മകൾ ദൈവം തന്നില്ലേ? ഒരുപാട് നമ്മളെക്കാൾ താഴെയുള്ളവരെ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ശ്രേഷ്ഠരാ. ഒരാമേൻ പറയാമോ? നമ്മൾ ഒരിക്കലും നമ്മളെക്കാൾ ഉയർന്നവരെ നോക്കാനല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. നമ്മളെക്കാൾ താഴെയുള്ളവരെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അവരിലൊക്കെ എത്രയോ ശ്രേഷ്ഠരാണ്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. മനസ്സിലായോ? ഒരിക്കലും നിരാശയോടല്ല നെഹമ്യാവ് പ്രാർത്ഥിച്ചത്. നെഹമ്യാവിന്റെ പ്രാർത്ഥന വളരെ ആത്മവിശ്വാസത്തോടുകൂടെ ആയിരുന്നു. ദൈവമായി ആഴമുള്ളൊരു ബന്ധം നെഹമ്യാവ് ഉണ്ടായിരുന്നു. നെഹമ്യാവ് രാജാവിനോട് അവധി ചോദിച്ച് യെരൂശലേമിലേക്ക് പോയി അവിടെ ഒരു നേതൃത്വം ഏറ്റെടുത്ത് മതിലുകൾ പണിയുവാൻ, വാതിലുകൾ ശരിയാക്കാൻ ഒക്കെ താൻ പദ്ധതി ഇടുമ്പോൾ തന്റെ മുമ്പിലുള്ള വെല്ലുവിളികൾ ഒട്ടും ചെറുതല്ല. ആ കാര്യം ഓർക്കണം. പക്ഷെ തനിക്കൊരു കാര്യം അറിയാമായിരുന്നു. എന്റെ പ്രശ്നങ്ങൾ ഒത്തിരിയാണ്, യെരൂശലേമിലെ വിഷയങ്ങളും അതുപോലെ വളരെ വലുതാണെങ്കിലും സ്തോത്രം, എന്റെ മേൽ സർവത്തിന്റെ അധികാരിയായ ഒരു ദൈവമുണ്ട്. അവനെന്റെ കാര്യം നടത്തി തരുമെന്ന് ഉത്തമ ബോധ്യം നെഹമ്യാവിനുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ പല പ്രശ്നങ്ങളുണ്ട്, സത്യമാണ്, പല വിഷയങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ മീതെ ഒരു അത്യുന്നതനുണ്ട്, സർവ്വാധികാരിയുണ്ട്. നമ്മുടെ തീരുമാനത്തിന്മേൽ, നമ്മുടെ യാത്രയിൽ മേൽ, നമ്മുടെ ചില പ്രത്യേക യാത്രകളിൽ മേലെല്ലാം ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് സ്തോത്രം പറയുന്നതിന് തെറ്റൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. വാസ്തവത്തിൽ നെഹമ്യാവിന്റെ ഉദ്ദേശം മതില് പണിയുക മാത്രമല്ല, വാതിലുകൾ തീവച്ച് കിടന്നതെല്ലാം ശരിയാക്കുക, അത് മാത്രമല്ലായിരുന്നു നെഹമ്യാവിന്റെ ഉദ്ദേശം. ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ താൻ മുന്നോട്ട് വന്നു. ഇനി ആലയത്തിന് ദോഷം വരാൻ പാടില്ല. ഇനി യെരൂശലേമിന്റെ മതിലുകൾ ഇടിയാൻ പാടില്ല. ആലയത്തിന് ദോഷം വരാൻ പാടില്ല. ഒരു പുതിയ തലമുറയെ താൻ വാർത്തെടുക്കുക. ഒരുപാട് പണിപ്പെട്ട് നെഹമ്യാവ്. ഒത്തിരി കാര്യങ്ങൾ നെഹമ്യാവ് ദൈവത്തോട് ചേർന്ന് നിന്ന് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. വാക്കുകളിലൂടെ ചുരുക്കട്ടെ. ഞാന് ഫുൾ ടൈം ഇന്ന് എടുക്കുന്നില്ല. വളരെ അത്യാവശ്യമായ ഒന്നിന്റെ കാര്യം പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇത് 21-ാം നൂറ്റാണ്ടാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ ആത്മീയ മണ്ഡലത്തിൽ തകർന്നു കിടക്കുന്ന മതിലുകളുണ്ട്. എന്തെരിഞ്ഞ വാതിലുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ നമുക്ക് വെല്ലുവിളികളാണ്. മനസ്സിലായോ?
യേശുവിന്റെ കൂട്ടത്തിൽ 12 ശിഷ്യന്മാരുടെ ആ സാന്നിധ്യമുള്ളപ്പോൾ തന്നെ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന യൂദായും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇങ്ങനെ ആത്മീയ മണ്ഡലത്തിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നവര്, ദൈവദാസന്മാരെ ഒറ്റിക്കൊടുക്കുന്നവര്, വിശ്വാസികളെ ഒറ്റിക്കൊടുക്കുന്നവര് ഒക്കെ ധാരാളമുണ്ട്. എന്നാൽ നമുക്ക് ആശ്രയിക്കാനുള്ളത് സർവശക്തനായ ദൈവത്തിലാണ്. മനസ്സിലായോ? നമ്മളൊക്കെ ബലഹീനപ്പെട്ടിരിക്കുന്ന സഹോദരന്മാർക്ക് പലവിധമായ ക്ലേശങ്ങളുണ്ട്. ഞാൻ ഉൾപ്പെടെ ദൈവദാസന്മാർ പലതിനകത്തുണ്ട്. നമുക്കൊക്കെ ഒരുപാട് ശാരീരികമായ ക്ലേശങ്ങളുണ്ട്. ബലഹീനരായി നമ്മെ പ്രാപ്തരാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നമ്മെ ഉപയോഗിക്കും. നമ്മുടെ രോഗങ്ങൾ നോക്കാതെ, നമ്മുടെ ക്ഷീണങ്ങൾ വകവെക്കാതെ, നമ്മുടെ ക്ലേശങ്ങൾ നോക്കാതെ നമ്മുടെ മേൽ അധികം കൃപ പകർന്ന് നമ്മെ ജയത്തോടെ നടത്തുന്ന ഒരു ദൈവം. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, സമുദ്രത്തിന് ദൈവം അതിര് വെച്ചിരിക്കുന്നത് കോൺക്രീറ്റ് ഇഷ്ടിക കൊണ്ടല്ല. സമുദ്രത്തിന് ദൈവം അതിര് വെച്ചിരിക്കുന്നത് മണൽ കൊണ്ടാണ്. മണൽ കൊണ്ടാണ്. നമുക്കറിയാം, ഒരു സമുദ്രത്തിന്റെ ബൗണ്ടറി നോക്കിയാൽ മണല. മനസ്സിലായി? ദൈവത്തിനൊരു മഹാസമുദ്രത്തിന് ബൗണ്ടറി നിശ്ചയിക്കാൻ മണൽ മതി. നമ്മളായിരുന്നെങ്കിൽ അവിടെ വലിയ മതിലൊക്കെ കിട്ടും. കർത്താവിന് പ്രവർത്തിപ്പാൻ നമ്മുടെ ചിന്തകൾക്കപ്പുറത്ത് ചിലത് ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. ദൈവം അനുവദിക്കാതെ ഒരു തുള്ളി വെള്ളം ആ മണലിനപ്പുറത്തോട്ട് പോകത്തില്ല. അങ്ങനാണെങ്കിൽ നമ്മുടെ പ്രശ്നസംഗീതമായ വിഷയത്തിനകത്ത് നമ്മുടെ രോഗങ്ങളെ കൂട്ടാതെ, നമ്മുടെ പ്രതിസന്ധികളെ വർദ്ധിപ്പിക്കാതെ, നമ്മുടെ പ്രതികൂലങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാതെ ദൈവം നമ്മെ നടത്തുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. മനസ്സിലായോ? സ്തോത്രം. നമ്മുടെ ഭാവിയെ ഉറപ്പാക്കേണ്ടത് പഴയ കാലത്ത് ദൈവം നമ്മോട് ചെയ്ത പ്രവചന വാക്കുകളുടെയും ദൈവം നമ്മളോട് കാണിച്ച സ്വർഗീയ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ നന്നായി പണിതെടുക്കണം. ഇതിനകത്ത് എനിക്ക് ഒന്ന് രണ്ട് പേരോട് പറയാനുണ്ട്. സ്തോത്രം. നമുക്കിനി ഒത്തിരി ഓടാനുണ്ട്. സുരേഷ് പാസ്റ്ററെ, ഒത്തിരി ഓടാനുണ്ട്. പ്രജിത് പാസ്റ്ററെ, അനേകരെ പണിതെടുക്കാനുണ്ട്. ഇവിടെ കൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഒത്തിരി പണി തീർക്കാനുണ്ട്. മനസ്സിലായോ? തിയോളജിക്കൽ സെമിനാരിയിൽ യാതൊരു പരിചയമില്ലാത്ത വാത്സല്യ സഹോദരന്മാരും ദൈവദാസന്മാരും ദൈവമക്കളും ഇതിനകത്ത് പഠിക്കാൻ തക്കവണ്ണം ജോയിൻ ചെയ്തത് എന്താണ്? ദൈവത്തിന് വേണ്ടി ഒത്തിരി ഓടുവാൻ ഇനിയും ചിലരുണ്ട്. ദൈവികമായി പണികൾ തീർക്കാൻ ചിലരെ ദൈവം നോട്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നുകൂടെ പറയാൻ, നമുക്കൊരു തലമുറയെ പണിതെടുക്കാം. വീണ് കിടക്കുന്ന തകർന്ന ആത്മീയ മണ്ഡലത്തിൽ ഒരു തലമുറയെ പണിതെടുക്കാൻ നെഹമ്യാവിനെ പോലെ ആയിത്തീരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. മനസ്സിലായോ? നമ്മൾ മനസ്സ് വെച്ചാൽ രാജാവ് അവധി തരും. രാജാവിന്റെ കൂടെ നിന്ന നെഹമ്യാവിന് യെരൂശലേമിലേക്ക് പോയി അവിടുത്തെ പ്രതിസന്ധികളെ ഹാൻഡിൽ ചെയ്യാൻ ദൈവം അനുവാദം കൊടുത്തെങ്കിൽ, സ്തോത്രം, ഭൂമിയിലെ ചില റൂളേഴ്സിനെ, ഭരണാധികാരികളെ, പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ, ഗവർണേഴ്സിനെ, കളക്ടർമാരെ, മന്ത്രിമാരെ ഒക്കെ ദൈവം നമുക്ക് അനുകൂലമാക്കി തീർക്കും. കാരണം നമ്മുടെ മീതെ ഉന്നതനായ ഒരു ദൈവമുണ്ട്, സർവാധികാരിയായ ഒരു ദൈവമുണ്ട്. വാക്കുകൾ ഇവിടെ ഞാൻ നിർത്തുകയാണ്.
ഒന്നുകൂടെ ഞാൻ ഈ 5 കാര്യങ്ങൾ ഒന്നുകൂടി ഓർപ്പിക്കട്ടെ. നമുക്ക് വളരെ അനുകമ്പയോടുകൂടെ നമ്മുടെ ചുറ്റുപാടിനെ നമുക്ക് നോക്കിക്കാണാം. വളരെ ആശ്രയത്തോടെ നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയുന്ന അനുതാപ മനോഭാവത്തോടെ നമുക്ക് നമ്മിലേക്കൊന്ന് നോക്കാം. ദൈവം നമ്മളോട് പറഞ്ഞത് ഏറ്റെടുത്ത് നമുക്ക് പുറകിലോട്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഒന്ന് മുറുകെ പിടിക്കാൻ നമ്മുടെ കണ്ണുകൾ പുറകിലോട്ട് ഓടിക്കാം. ഇനി നമുക്ക് ആത്മവിശ്വാസമാണ് ആവശ്യം. ഇനി നമുക്ക് പുറകോട്ട് പോകാൻ കഴിയത്തില്ല. നമുക്ക് മുന്നോട്ട് മാത്രമേ പോകാൻ കഴിയുള്ളൂ. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ. സ്തോത്രം. ആർ യു റെഡി ടു ഗോ ഫോർവേഡ് വിത്ത് കോൺഫിഡൻസ്? സ്തോത്രം. ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകുവാൻ ധൈര്യമുണ്ടോ? നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിക്കുന്ന ആരെങ്കിലും ഒരാള് ശബ്ദമുയർത്തി വേഗത്തിൽ പ്രാർത്ഥിക്കാം.